ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്ന് കുറച്ച് മിൽക്കി മഷ്റൂമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് അടിപൊളി ഒരു കറി വെച്ചാലോ ഇന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലുള്ള മണ്ണും ചകിരിച്ചോറും ഒക്കെ ഇതിൽ പറ്റിയിരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിച്ചാത്തി എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഇങ്ങനെയൊന്ന് നമ്മൾ ആക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ തൊലി പോലെ ഇതിങ്ങനെ ഊരി വരും. അപ്പോൾ അതിൻ്റെ മണ്ണും പൊടിയും എല്ലാം പോവും, നമുക്ക് വൃത്തിയായിട്ട് കിട്ടുവേ. നിങ്ങളിത് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്താൽ നമുക്ക് തരുന്നത്. ഇതിപ്പം നമ്മൾ തന്നെ കൾട്ടിവേറ്റ് എടുത്ത കാരണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അങ്ങനെ ഞാൻ ഇതൊക്കെ ക്ലീൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം മഷ്റൂമാണേ. ഇതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അരിഞ്ഞെടുക്കണം. തീരെ കുഞ്ഞായിട്ടല്ല അരിയേണ്ടത്. അത് നമ്മൾ തോരനാണ് അങ്ങനെ തീരെ കുഞ്ഞായിട്ട് അരിയുന്നത്. ഇതിപ്പോൾ 4ആയിട്ടോ 6ആയിട്ടോ എങ്ങാണ് ഇതുപോലെ ഒന്ന് കീറി കുറച്ച് നീളത്തിൽ നമുക്കിത് മുഴുവനും ഒന്ന് അരിഞ്ഞെടുക്കാവേ. കറി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിന് വേണം കറി വെക്കാൻ. അല്ലെങ്കിൽ നമുക്കിത് അതായത് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തില്ല, മൊത്തത്തിൽ മിക്സായി പോകും. അതുകൊണ്ട് കുറച്ചൊരു വലിപ്പത്തിന് നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചിപ്പിക്കൂണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചിപ്പിക്കൂൺ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നതാണ്. തോരൻ പോലെയെല്ലാം നമ്മൾ ചെയ്തിട്ട് പൊള്ളിച്ചെടുക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് പോയി കാണണേ. ഇത് മുഴുവനായിട്ടും ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതായത് മഞ്ഞപ്പൊടി ഇട്ട് കഴുകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കഴുകണം. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടത്തില്ലേ നമുക്ക് കൂണ്, അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ പൊടി ഇട്ട് കഴുകണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്തെടുത്തതായത് കാരണം ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുകയാണ്. പിന്നെ കൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം കൂടെ ഇതേ കയറി പിടിക്കും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കഴുകിയിട്ട് നല്ലപോലെ പിഴിഞ്ഞ് വേണം നമ്മൾ കൂണെടുക്കാനേ. അങ്ങനെ ഞാനിവിടെ കൂണൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ തക്കാളി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഇവയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴൻ്റെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. 1 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഇടുന്നത്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഞാനിവിടെ 1 സ്പൂണ് ഗരം മസാല 2ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ, പക്ഷേ 1 സ്പൂണ് ഗരം മസാലയും കൂടെ ഇടുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ പേസ്റ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം പോയി നല്ലപോലെ ഒന്ന് വരണ്ട് വരണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരുവിധം എല്ലാം ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൂണൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ കൂണിലെല്ലാം ഈ മസാലക്കൂട്ട് പിടിക്കുന്ന കണക്കിന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എങ്ങനെ കറി വേണം, നല്ല ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ഏറെ വെള്ളം, ഒരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ആഡ് ചെയ്യാം. ഇല്ല നമുക്ക് ഇച്ചിരി കൊഴുപ്പോടുകൂടെ ഇരിക്കണമെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, അല്ല ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൂണ് കറിയാണ് ഇത്. ഞാനിതിനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാനൊരു ശകലം ഒരു പൊടിക്ക് ഉപ്പ് ആഡ് ചെയ്തു. വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.